അതാ പള്ളീൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ പള്ളിക്ക് ഒരു ക്ഷണം, വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്ഷണം കിട്ടാന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് നമുക്ക്. നല്ല മധുരമുള്ള പായസത്തോട് കൂടിയാണ് നമ്മളെ വരവേറ്റത്. ഭക്ഷണം അതും പറയുന്നവർക്കൊക്കെ പറയുന്നത് അങ്ങനെയാണ്, ഒന്നിച്ച് എല്ലാവരും നല്ല സ്നേഹത്തിൽ നിൽക്കണം. അതന്നെ, അതാണ് നമുക്കുള്ള അഭിപ്രായം. ആദ്യം തെറ്റാൻ പാടില്ല. കണ്ട നമ്മളെ ഗ്രാസ് ബോളേ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമാണ് എല്ലാവരും വാങ്ങുമ്പോൾ. ഇത് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് കൊടുക്കാൻ പോണത്, എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടോളിയേ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം പോവാം. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു പോയാൽ മതി. നമ്മളെ കൂടെ കുറേ ടീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരൊക്കെ ആദ്യം പോയിട്ടുണ്ട്, ഞാനും അവരെ കൂടെ ഒരിക്കൽ പോയതാണ്. പക്ഷെ പിന്നെ വീണ്ടും നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പോവുകയാണേ. ഈ മനു പറയുകയാണേ, ഈ ഗ്രാസ് ബോൾ ഇങ്ങനെ കൊണ്ടുവരുന്നതായിരുന്നാൽ കുറച്ച് വെച്ചോടെ അങ്ങനെ കിട്ടുന്നു, അങ്ങനെയൊന്നും കിട്ടണം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഉണ്ടോ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയാത്തതേ ഉള്ളൂ. കാരണം അത് സ്റ്റോക്ക് ഔട്ട് ആയാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ. അതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള പുതിയ പള്ളിക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ആദ്യം ഒരു കുഞ്ഞു പള്ളി ഉണ്ടായിരുന്നു, അപ്പോൾ ആ പള്ളിയൊക്കെ പൊളിച്ച് പുതിയൊരു പള്ളി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും വന്ന് പള്ളീൻ്റെ ഉൾഭാഗവും ഒക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വന്ന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതിൻ്റെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതാ പള്ളീൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഗ്രാസ് ബോൾ കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ ഈ ഒരു പള്ളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാസ് ബോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണത്. ഇഷ്ടമായോ നിങ്ങൾക്ക്? സന്തോഷമായി. ഇതൊരു വലിയൊരു ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇങ്ങനെ പള്ളിക്കൊരു ക്ഷണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്ഷണം കിട്ടാന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് നമുക്ക്. നമ്മളൊരു മതസൗഹാർദ്ദം തന്നെയല്ലേ ഇതിന് നമുക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മതസൗഹാർദ്ദമാണ് നമുക്ക് ഊട്ടിയുറപ്പിക്കേണ്ടത്. അതന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ നിങ്ങളെല്ലാവരും മതസൗഹാർദ്ദത്തോടു കൂടി നമ്മളെ അയൽവാസികളെ മൊത്തം ക്ഷണിച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞു നമ്മളെ മുസ്ലിം സഹോദരങ്ങളാണ് ഏറ്റത്. അവരെന്നെ അതുകൊണ്ട് അവർ നമ്മൾ കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ നമുക്ക് സന്തോഷമുള്ളൂ. അവരെന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഉദ്ഘാടനത്തിനൊന്നും ഞായറാഴ്ചയാണ്, അടുത്ത ഞായറാഴ്ച 4 മണിക്ക് നമസ്കാരത്തോടു കൂടിയാണ് നമ്മൾ ഉദ്ഘാടനം. ഈ ഒരു പള്ളിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അങ്ങനെ കുറേ പഴയ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു പള്ളി. ഇവിടുത്തെ കാരണന്മാർ പ്രത്യേകിച്ച് ഇവിടുത്തെ കുറേ ആൾക്കാർ മരിച്ചുപോയി. അവരൊക്കെ പാടൊരു വളരെ കഷ്ടപ്പെട്ടൊരു പഴയ പള്ളി ഉണ്ടാക്കിന്. അന്ന് മുതലേ നമുക്ക് ആഗ്രഹമായിരുന്നു ഇവിടെ നല്ല പള്ളി വരണം ഇതാകണം. ഒരുപാട് പരിശ്രമിച്ച് ഇപ്പോഴാണ് അത് പോവാണിഞ്ഞത്. അത് വളരെയേറെ സന്തോഷമുണ്ട്. ദൈവത്തിനെ സ്തുതിക്കുന്നു. അതെ, എന്നാൽ ഞാൻ എല്ലായിടത്തും കയറി കാണട്ടെ. സന്തോഷം. അത് പിടിച്ചോളൂ. ഇത് പള്ളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ ഒരു അതേപോലെ എന്തെങ്കിലും ഉപഹാരം കൊടുക്കൂലേ, അപ്പം നമുക്ക് പള്ളിക്ക് വേണ്ടി ഞങ്ങൾ സന്തോഷം എന്നും ഉണ്ടാവും പള്ളിക്ക്. ഓ ആയിക്കോട്ടെ. അതിനതാ പായസം നല്ല മധുരമുള്ള പായസത്തോട് കൂടിയാണ് നമ്മളെ വരവേറ്റത്. പായസം കുടിക്കും. നല്ല അട്ടപ്പായസമാണേ. എന്തമ്മ നല്ലത്. ഞങ്ങൾ പള്ളി കാണാൻ വന്നാണ്. അമ്മയുടെ ബോർഡ് വയ്ക്കാം. ഇതാണ് പള്ളീൻ്റെ ഉൾഭാഗം കേട്ടോ. ആദ്യമായിട്ടാണ് പള്ളീൻ്റെ ഉൾഭാഗം കാണുന്നത്. അതിന് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ ഗ്രാസ് ബോൾ ഇപ്പോൾ തൽക്കാലം അവിടെ വയ്ക്കുകയാണ്. ഈ പള്ളീൻ്റെ ഉൾഭാഗത്ത് എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ കുറച്ച് സ്ഥലം കണ്ടു. അതെന്താണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന സ്ഥലം. ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഇതൊക്കെ എന്താ ഇതെന്നൊക്കെ അറിയില്ല കേട്ടോ. നമ്മൾ ഇരിക്കൂലേ, ഇരിക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന ഉണ്ട്. അതാണ് നെയ്യത്ത്. അതായത് നമ്മൾ ഇരിക്കുക, അതായത് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനുള്ളൊരു ഇതാണ് അത്. ഇവിടെ ഈ ബോർഡിലുള്ളതോ നമ്മൾ നമസ്കരിക്കണില്ലേ, നമസ്കരിക്കുമ്പോൾ ഒരേ വെയിൽ നിൽക്കണം. കാലിൻ്റെ മടമ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതിനാണ് മടമ്പുകൾ സ്റ്റെപ്പുകൾ ശരിയാക്കി നിൽക്കുക. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെ മുകളിലുള്ള സമയങ്ങളാണോ ഇത്? നമ്മൾ അതായത് ഇത് നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. ഫജ്ർ പറഞ്ഞില്ലേ, സുബഹിയാണ് ഇത്. പിന്നെ ളുഹ്ർ, അതായത് നിസ്കരിക്കുന്ന ടൈമാണ് ഫസ്റ്റ് കാണുന്നത്. ഇത് നമ്മൾ ബാങ്ക് കൊടുക്കുന്ന ടൈമാണ് ഫസ്റ്റ് കാണുന്നത്. ഇത് നമസ്കരിക്കുന്ന ടൈമാണ്.
ഇപ്പൊ ഇതിങ്ങനെ 6:31 ഇത് ബാങ്ക് എസറിന്റെ കഴിഞ്ഞു. ഇനി അടുത്ത ബാങ്കിന്റെ ടൈമാണ് ഈ കാണിക്കണം 6:31. അതാണ് അതിന്റെ 6:34 3 മിനിറ്റുള്ളൂ. മഗ്‌രിബ് 3 മിനിറ്റുള്ളൂ. പിന്നെ ഓരോ പള്ളിക്ക് പുറമേന്ന് വന്ന് നിസ്കരിച്ചൂടെ? അങ്ങനെയൊന്നുമില്ല അല്ലേ? നമ്മളെ പള്ളി എന്ന് പറഞ്ഞാല് ഇതൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ ഈ കണ്ടേനേ ഉള്ളൂ. നമ്മള് വേറെ ഒന്നുമില്ല, മറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ പള്ളിക്ക്. ഇതന്നെ ഉള്ളൂ. ഇതിൽ വന്നുകൊണ്ട് നിസ്കരിക്കുക, അത് ഏതാർക്കും വന്നുകൊണ്ട് നിസ്കരിക്കാം. സ്ത്രീകൾക്ക് നമ്മള് പ്രത്യേക സ്ഥലം ഇതാക്കുന്ന വിടാതെ അത് ചില പള്ളികളുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് അവർക്ക് പ്രത്യേക സജ്ജീകരണം ഉണ്ടാവും. ഈ പള്ളിക്കൽ നമ്മൾ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ആണുങ്ങൾക്കൊക്കെ ഫുള്ളായിട്ട് നിസ്കരിക്കും. ഇവിടെ പിന്നെ ഞങ്ങൾ ഏരിയ എന്ന് പറഞ്ഞാല് പലയിടത്തും മുജാഹിദ് ഉണ്ടാവും, സുന്നി തന്നെ 2-3 വിഭാഗം ഉണ്ടാവും. APK സംസ്ഥാനം അതൊന്നുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നമ്മളെ മഹല്ല് തന്നെ അതാണ്. 12 മഹല്ല് എല്ലാവരും കൂടെ 3 വിഭാഗക്കാരും കൂടിയിട്ടാണ്. 3 വിഭാഗത്തിന്റെ മദ്രസ ഉണ്ട്. ഒരേ കമ്മിറ്റിയാണ് ശമ്പളം കൊടുക്കുന്നതും നടത്തുന്നതും ഒക്കെ. എന്നാൽ അതിൻ്റെ പള്ളി കമ്മിറ്റി 3 വിഭാഗം കൂടിയിട്ടാണ്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു വിഭാഗീയതല്ല. അപ്പം അതേമാതിരി നമ്മൾ തുടർന്ന് പോകും. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ആ സൗഹാർദ്ദം നമ്മൾ പണ്ടും എങ്ങനെയാണോ നിന്നിരുന്നത് നിങ്ങളൊക്കെ ബാക്കിയുള്ളവരും ബന്ധുക്കളായിട്ട് അതേമാതിരി നിലനിർത്തുക. അപ്പം നമ്മുടെ സന്തോഷത്തിൽ നിങ്ങളെയും പങ്കുചേർക്കുക. അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം. ഇവിടെ ആദ്യം ഒരു കുഞ്ഞു പള്ളി, അതിനെന്താ പറയാ? ആദ്യത്തേന് എന്താ പറഞ്ഞിരുന്നത്? ശ്രാമ്പി അല്ലേ? എനിക്കിങ്ങനെ മനസ്സിലുണ്ട്, എന്താണെന്ന് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പഠിച്ചവനും അവരും പറയുന്നവർക്കൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഒന്നിച്ച് എല്ലാവരും നല്ല സ്നേഹത്തിൽ നിൽക്കണം. അതന്നെ. അതാണ് നമുക്കുള്ള അഭിപ്രായം. ആരും തെറ്റാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചവർ ശരിയാവും. അതെ അതെ. അങ്ങനെതാ നമ്മളെ സ്വന്തം നാട്ടിലത്തെ പള്ളീൻ്റെ ഉൾഭാഗം ഒക്കെ കണ്ടുട്ടോ. ആദ്യമായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ എന്നിട്ട് എനിക്കിത്. എന്താ വെച്ചാൽ നമ്മൾക്ക് പറഞ്ഞ് കേൾക്കുള്ളൂ പള്ളി എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കാണും ഒരുപാട് പള്ളികൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഉൾഭാഗമൊക്കെ കയറി കാണാൻ പറയുമ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണ്. ഇതിനൊരു അവസരം ഒരുക്കി തന്നത് നമ്മളെ നല്ലവരായിട്ടുള്ള നമ്മളെ സ്വന്തം നാട്ടുകാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ നാട്ടുകാർ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ? എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതിലേക്ക് എല്ലാവർക്കും ടാറ്റാ.